രാജു അച്ഛന്റെ മൃതശരീരം സീരിയയിൽ എത്തിച്ചപ്പോൾ കല്ലറങ്ങാട്ട് പിതാവ് നടത്തിയ പ്രസംഗം. ഏറ്റവും പ്രിയങ്കരനായ ജൂലിയൂസ് പിതാവേ, മറ്റ് പിതാക്കന്മാരെ, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകൾ തറയിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ നമ്മൾ നടത്തി. ഞാനും അതിന് കൂടിയതാണ്. ഞാനതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിലൂടെ നടക്കേണ്ടതുണ്ട്. അധികം സമയം എടുക്കുന്നില്ല. അച്ഛനെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഡോക്ടർ രാജു മലബാർ സഭയോടും പാലാരൂപതയോടും വലിയ അടുപ്പം കാണിച്ചു. ഈ സീറിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ തെക്കേപ്പറമ്പിലച്ഛന്റെ കൂട്ടത്തിൽ നിന്ന് വലിയ സംഭാവനകൾ നൽകി. ഈസ്റ്റ് സിറിയക്കിന്റെ സുറിയാനി ഗ്രാമർ എഴുതി ആ ട്രഡീഷനെയും അച്ഛൻ ശക്തിപ്പെടുത്തി. ഒരു ഭാഷയുടെ ഗ്രാമർ എഴുതുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. അച്ഛന് നമ്മളുടെ അന്ത്യോക്യൻ ട്രഡീഷന്റെയും മലബാർ ട്രഡീഷന്റെയും തേറ ഫിർമ ഉറപ്പുള്ള പ്രതലം എന്താണെന്ന് കണ്ടെത്തിയ ആളാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തേറ ഫിർമയിൽ നല്ല ഉറപ്പുള്ള മണ്ണിൽ നിന്നാലേ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ സുറിയാനി ട്രഡീഷന്റെ നൊബിലിറ്റി കണ്ടെത്തി അതിനോട് ഏറെ സഹകരിച്ച ആളാണ്. പണ്ഡിതനായ ഒറിജിൻ പറയുന്നുണ്ടല്ലോ, മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല ഈശോ രൂപാന്തരപ്പെട്ടത്, കൂട്ടത്തിൽ മല കയറിയവർക്കാണ്. രാജുവച്ചൻ നമ്മളുടെ ഈ സഭ ക്ലേഷ്യൽ ട്രഡീഷൻസിനെ ഈ മല കയറ്റത്തിനു വേണ്ടി സുറിയാനി ഭാഷയും അതിന്റെ സംസ്കാരവും നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യത്തിനു വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ മല കയറ്റിയ ആളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും അർത്ഥമുണ്ട്. പുനരുത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുമ്പോൾ അറ്റ് റിസറക്ഷൻ ഡെത്ത് ബിക്കംസ് ലൈഫ് ആൻഡ് ഹിസ്റ്ററി ബിക്കംസ് എസ്കറ്റോളജി. അതാണ് ഒരു വലിയ സത്യമായിട്ട് രാജുവച്ചൻ നമ്മളെ പഠിപ്പിച്ചത്. പത്രോസ് ചോദിച്ചല്ലോ, ഇവന്റെ കാര്യം എന്താണ്? രാജുവച്ചന്റെ കാര്യം എന്താണ്? ഈശോ പറഞ്ഞു, അവൻ ജീവിക്കട്ടെ. അവന്റെ കത്തുകളിലൂടെ, അവന്റെ സുവിശേഷത്തിലൂടെ, അവന്റെ വെളിപാടിലൂടെ അവൻ ജീവിക്കട്ടെ. യു ഫോളോ മീ. അങ്ങനെ രണ്ട് വലിയ കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. ഒന്ന് രക്തസാക്ഷിത്വം, പത്രോസിനോട് അത് പറഞ്ഞു. രണ്ട് യോഹന്നാനെ കുറിച്ച്, യോഹന്നാന്റെ എഴുത്തുകളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടുകളിലൂടെ അദ്ദേഹം ജീവിക്കട്ടെ. നമ്മുടെ രാജവച്ചനും അതാണ് ഇനി നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളിലൂടെ അദ്ദേഹം ജീവിക്കുകയാണ്. മരിക്കാതെ ഈ ഇരു സഭകളുടെയും ആത്മാവിനെ കണ്ട് തിരിച്ചറിഞ്ഞ ആളാണ്. ഇവിടെ മറ്റു മലങ്കര ശുശ്രൂഷകളുടെ കർമ്മങ്ങൾ ഇനി നടക്കാനുണ്ട്. ഞാൻ രണ്ട് ചെറിയ കീർത്തനം മാത്രം